ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ കസ്റ്റമേഴ്സിനൊരു നന്ദി പറയാനാണ് ശ്രമിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കുറേ വീഡിയോസും ആഡും ഒക്കെ റൺ ചെയ്യിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയതായിട്ട് ഒരു മാസം വണ്ടിയോ അല്ലെങ്കിൽ ഹെൽത്തോ മറ്റ് പോളിസികളൊക്കെ ആയിട്ടൊരു 4-5 എണ്ണം പുതിയ കസ്റ്റമർ കയറി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനും പിന്നെ എൻ്റെ ഓൾറെഡി നേരത്തെ മുതൽ ഞാനിപ്പോൾ ഏതാണ്ട് 10-15 വർഷമായി ന്യൂ ഇന്ത്യ അഷുറൻസിൽ ഓഫീസൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് ഉഷ ബാലകൃഷ്ണൻ. ഞങ്ങളുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലമാണ് എൻ്റെ ഓഫീസ്. ഇൻഷുറൻസ് വേൾഡ് കോതമംഗലം എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാനിത് കുറേ പരസ്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലർക്ക് സംശയങ്ങളുണ്ട്. ഞങ്ങളിത് ഓൺലൈനിൽ എടുത്താൽ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംശയം ചോദിക്കുന്നവരുണ്ട് പല രീതിയിൽ. കാരണം ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് വരുന്നതാണ്. പക്ഷേ ന്യൂ ഇന്ത്യ അഷുറൻസിൽ പോളിസി എടുക്കുന്ന ഒരാളെയും ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആരുടെ കൂടെ എടുത്താലും ന്യൂ ഇന്ത്യ അഷുറൻസിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആരുടെ കൂടെ എടുത്താലും ആ പോളിസികൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇനി പൈസയാണ് അവർക്ക് കൊടുക്കേണ്ടത്, അങ്ങനെയല്ലാതെ നമുക്ക് സ്വന്തം പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സൗകര്യങ്ങളും ലിങ്ക് ഇട്ട് തന്ന് നിങ്ങൾക്ക് തന്നെ അതിനകത്ത് കയറി പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ പറയാനല്ല ഞാൻ ഇന്ന് വന്നത്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം പ്രൈവറ്റ് കമ്പനികൾ വലിയ സമ്മഷ്യേർഡ് ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ കൊടുക്കുമായിരുന്നു. 1 കോടി 2 കോടി അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളോട് ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് ന്യൂ ഇന്ത്യ അഷുറൻസിൽ ഞങ്ങൾക്കൊരു 1 കോടിയുടെ പോളിസി താ, അല്ലെങ്കിൽ 5 കോടിയുടെ താ, അല്ലെങ്കിൽ 2 കോടിയുടെ താ എന്ന് പറയുമ്പോൾ കൊടുക്കാൻ യാതൊരുവിധ നിർവാഹവും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഒരു പോളിസി പുതിയതായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നത് യുവഭാരത് എന്ന് പറയുന്ന പോളിസിയാണ്. അതാണെങ്കിൽ 45 വയസ്സിൽ താഴെയുള്ളവർക്കേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. വന്നപ്പോൾ തന്നെ അതിൻ്റെ പരമാവധി സം ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 1 കോടി വരെ ആക്കിയുള്ളൂ. പക്ഷേ സാധാരണ ഒരു ഫാമിലി ആയിട്ടുള്ള മെമ്പേഴ്സിന് യുവഭാരത് പോളിസി എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ യാതൊരുവിധ നിർവാഹവും ഇല്ലാതിരുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ജൂലൈ 30 ആയപ്പോഴത്തേനും ഒരു പോളിസി വന്നു. 2 പോളിസികൾ നമുക്ക് 5 കോടി വരെ കൊടുക്കാവുന്ന പോളിസി വന്നു. അതൊന്ന് ന്യൂ ഇന്ത്യ മെഡിക്ലെയിമും ഒന്ന് ന്യൂ ഇന്ത്യ ഫ്ലോട്ടർ മെഡിക്ലെയിമും ആണ്. അതിനകത്ത് ഇപ്പം നിലവിൽ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ പോളിസി എടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ന്യൂ ഇന്ത്യ ആരെയും ഇന്ന് വരെ പറ്റിച്ച ഒരു ചരിത്രമില്ല. പിന്നെ ഇന്നാളൊരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ന്യൂ ഇന്ത്യ അഷുറൻസിൽ നിന്ന് പോളിസി എടുത്തിട്ട് 40,000 രൂപ ഞങ്ങൾ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ. പക്ഷെ അതെന്തായിരിക്കും സംഭവം എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും പ്രത്യേക കാരണം കാണും. കാരണം എനിക്ക് ചെറിയ പോളിസി മതി, എനിക്ക് കുറച്ച് പൈസ അടയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ന്യൂ ഇന്ത്യക്ക് അങ്ങനത്തെ പേയ്മെൻ്റ് ഉള്ള പോളിസി ഉണ്ട് സാധാരണക്കാരന് കൊടുക്കുന്ന ആരോഗ്യ സഞ്ജീവിനി. അതിനകത്ത് നിർബന്ധമായി നിങ്ങൾ ആശുപത്രി ചിലവാവണേൻ്റെ 5% കയ്യിൽ നിന്ന് അടയ്ക്കണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ഓൺ കവറായിട്ട് എടുക്കേണ്ട സാധനം എടുക്കാതെ അതിനകത്ത് കൂടുതൽ പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ അതും കയ്യിൽ നിന്ന് അടയ്ക്കണം. അങ്ങനെ പിന്നെ റൂം റെൻറ്റ്, പരിധി കൂടുതലുള്ള റൂം റെൻറ്റ് എടുത്താൽ എല്ലാത്തിനും പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ വരും. അതൊക്കെ മനസ്സിലാകാതെ വെറുതെ നമ്മൾ അതെന്താണെന്ന് കാരണം അന്വേഷിക്കുന്നതിന് മുമ്പ് വെറുതെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ന്യൂ ഇന്ത്യയുടെ മറ്റു പോളിസികൾക്കാണെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ പോളിസിയിൽ എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ആഡ് ഓൺ കവർ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതാണ് കൂടുതൽ ഉപയോഗം വരുന്നതെങ്കിൽ ആഡ് ഓൺ കവറായിട്ട് തന്നെ എടുക്കണം. അതിന് ശരിക്കും ഒരു നല്ല ഏജൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ചിട്ട് വേണം എടുക്കാൻ. ഞാനൊക്കെ ഒരു പോളിസി ഒരാൾക്ക് കൊടുക്കുമ്പോൾ 1, 2, 3 ദിവസങ്ങൾ അവരോട് ശരിക്കും സംസാരിച്ചതിന് ശേഷമാണ് ഈ പോളിസി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആരെക്കൊണ്ടും ഞാൻ പ്രീമിയം അടപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സംശയങ്ങൾ ഒരുവിധം ദൂരീകരിച്ച് എങ്കിലും എത്ര പറഞ്ഞു കൊടുത്താലും ഒരു ക്ലെയിം വന്ന് 1, 2 മേടിക്കുന്നവരെ അവർക്ക് സംശയങ്ങൾ നിലനിൽക്കും. അത് ഏതൊരാൾക്കും അങ്ങനെ. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ക്ലെയിമൊക്കെ മേടിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് സംശയങ്ങളുണ്ട് പല വിധത്തിൽ. ഏതാണ്ട് 10-200-ൽ പരം പോളിസികൾ ന്യൂ ഇന്ത്യക്കുണ്ട്. അത് ഏത് സാധാരണക്കാരനും അതുപോലെ തന്നെ നല്ല വരുമാനമുള്ള ആളുകൾക്കും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോളിസികൾ ന്യൂ ഇന്ത്യ അഷുറൻസിനുണ്ട്. പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻസ് അനുസരിച്ച് പോളിസിയുടെ കണ്ടീഷൻ, പല പോളിസികൾക്ക് പല കണ്ടീഷനാണ്, കുറച്ച് വ്യത്യാസങ്ങളും ഉള്ളൂവെങ്കിലും അതനുസരിച്ച് ഇന്ന് വരെ എൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ, കാരണം ഇവിടെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സുകളും ഉണ്ട്, അവരൊക്കെ നന്നായി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ
കേരളത്തിൽ മൊത്തം ഏകദേശം ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും തന്നെ നമുക്ക് പേഴ്സണലി കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരിലൊന്നും ഞങ്ങൾക്ക് ക്ലാസ് നടക്കുമ്പോൾ ആരും ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ കസ്റ്റമർക്ക് ഇത് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല. എല്ലാവർക്കും തന്നെ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കൊടുക്കുമ്പോൾ കുറച്ച് കൃത്യനിഷ്ഠ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ടേ ന്യൂ ഇന്ത്യ അഷുറൻസ് പോളിസി സ്വീകരിക്കത്തുള്ളൂ, ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കത്തില്ല. കാരണം 50 വയസ്സിന് മുകളിലേക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ 2 പേർക്കൊക്കെ എടുക്കാനാണെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ കൊടുക്കത്തില്ല. ഇനി 60 വയസ്സ് വരെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് നമുക്ക് 1 കോടി അല്ലെങ്കിൽ 2 കോടി 5 കോടി വരെ എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. 3 വ്യക്തികളെങ്കിലും ആ പോളിസിയിൽ ഉണ്ടായിരിക്കണം. അതിലൊരാൾ 35 വയസ്സിൽ താഴെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2 കോടിയോ 3 കോടിയോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എടുക്കുന്ന വ്യക്തികൾക്ക് ഒന്നിനും 2 കോടി കൂടുതലും ഇപ്പോൾ പോളിസി എടുക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. പിന്നെ അതിനകത്തും ഉണ്ട് കുറച്ച് ആഡ് ഓൺ കവറുകൾ. മോഡേൺ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഫുൾ സമ്മർഷേഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വേറെ നോ ക്ലെയിം ബോണസ് പോകണ്ട, അല്ലെങ്കിൽ കാറ്ററാക്ട് ലിമിറ്റ് കൂട്ടണം, പിന്നെ നമ്മളെന്താ പറയുക മെറ്റേണിറ്റി കവർ എനിക്ക് 3 ലക്ഷം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും ആഡ് ഓൺ എന്ന് പറയുമ്പം എക്സ്ട്രാ നമ്മൾ ഈ പോളിസിയിൽ അടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഓരോ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ആഡ് ഓൺ കവറുകൾ ആഡ് ചെയ്യണം നല്ല വ്യക്തികൾ. പിന്നെ റൂം റെൻ്റൊക്കെ അതിനകത്ത് 2 കോടിയോ 3 കോടിയോ ഒക്കെ എടുക്കുന്നതിൽ ഏതാണോ റൂം റെൻ്റ് ആക്ച്വൽസ്, അതായത് നിങ്ങൾ കിടന്ന് ചികിത്സിക്കുമ്പോൾ എത്രയാണോ വരുന്നത് റൂം റെൻറ്റിന് ചാർജ് ആകുന്നത് അത് മൊത്തം കമ്പനി തരും. മറ്റുള്ള പോളിസികളിലൊക്കെ പരിധിയുണ്ട്. 30,000 രൂപ വരെയാണ് 1 കോടിയൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടിയ നമുക്ക് റൂം റെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വലിയ ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ ഇന്നിപ്പോൾ നിങ്ങൾ ചോദിക്കും അത്രയും വലിയുള്ള റൂം റെൻ്റ് ഉണ്ടോ എന്ന് ചിലർ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലും റൂം റെൻറ്റ് വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് കേരളത്തിലെ ഭയങ്കരമായിട്ട് ചികിത്സാ ചെലവ് ഉയർന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിനകത്ത് അതിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഫെസിലിറ്റീസ് അനുഭവിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തേ മതിയാകൂ. വലിയ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് അവർ പറയുന്നില്ലല്ലോ, നമ്മൾ ചെല്ലുന്നതല്ലേ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ കൂടുതലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾ പോളിസി എടുത്തു വയ്ക്കുമ്പോൾ നല്ല പ്രീമിയം അടയ്ക്കാനുള്ളവന് ചിലപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അവൻ്റെ എന്താവശ്യങ്ങളും കവർ ചെയ്യും. അപ്പോൾ 1 കോടിയൊക്കെ സമ്മർഷേഡ് എന്ന് പറയുന്ന എടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ 2 കോടി എടുക്കുന്ന ആളുകൾക്ക് 4 വർഷം കൊണ്ട് തന്നെ 4 കോടിയാകും 2 കോടി എടുക്കുന്ന ആൾക്ക്. അതിന് നോ ക്ലെയിം ബോണസ് 25% വെച്ചിട്ടാണ് വരുന്നത്. അത് കൊടുക്കാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 50 വയസ്സിൽ താഴെ ആയിരിക്കണം. ഇനി 60 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ പോളിസി കൊടുക്കുകയുള്ളൂ. അങ്ങനെ എടുക്കുമ്പോഴും 50 വയസ്സിന് മുകളിലുള്ളതും 60 വയസ്സിൽ താഴെയാണെങ്കിൽ അവരുടെ വീട്ടിൽ മിനിമം 3 പേരെങ്കിലും ഉണ്ടാകണം. അതിൽ ഒരാൾ 35 വയസ്സിൽ താഴെയാകണം. പിന്നെ നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ വലിയ അപകടങ്ങളോ ഒന്നുമില്ലാത്ത വ്യക്തിയും ആണെങ്കിൽ മാത്രമാണ്, അതായത് റെക്കറിങ് ആയിട്ട് തുടർച്ചയായിട്ട് ചികിത്സ വേണ്ടി വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുള്ള ആൾക്കാണെങ്കിൽ കൊടുക്കത്തില്ല മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ. ഇതാണ് ഈ പോളിസിയൊക്കെ എടുക്കുന്നതിനുള്ള കണ്ടീഷൻസ്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരുവിധ അസുഖങ്ങളും, അതായത് ഒരു 5 കോടി എടുക്കുന്ന ആൾക്ക് 4 വർഷം കൊണ്ട് അത് 10 കോടിയാകും. അതിൽ കൂടുതലുള്ള ചികിത്സാ ചെലവൊക്കെ വന്നാലാണ് നമുക്ക് മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഉണ്ടാക്കിയിട്ട പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സ്വത്തുക്കളോ ഒക്കെ വിൽക്കേണ്ടിയോ ചിലവാക്കേണ്ടിയോ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ തയ്യാറുള്ള നിരവധി വ്യക്തികൾ കേരളത്തിലുണ്ട്. വിദേശത്തുള്ളവർ ആഗ്രഹിക്കുന്നത് അവിടെ നിന്നൊരു അവിടെ നമ്മൾ നാട്ടിൽ വന്ന് ചികിത്സിക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടണം. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ചികിത്സാ ചെലവ് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള പോളിസികൾ എടുക്കണം. നിസ്സാരത്തിൽ പൈസ എടുത്ത് പോളിസി പറയുമ്പോൾ എല്ലാവരും ഏറ്റവും ചെറുത് എത്രയാ പ്രീമിയം എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച് നിങ്ങൾ പോളിസി എടുത്താൽ നിങ്ങൾക്കത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നുകൊണ്ടും പ്രയോജനപ്രദമാകില്ല. അപ്പോൾ പൈസ ഉള്ളവർ, ഈ നിവൃത്തിയില്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ന്യൂ ഇന്ത്യ ഒരു കവറേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പോളിസി ഉണ്ട്. ഈവൻ 50,000 മുതൽ സമ്മർഷേഡ് എടുക്കാവുന്ന പോളിസി ന്യൂ ഇന്ത്യക്കുണ്ട്. പക്ഷേ 50,000 എടുക്കുന്ന വ്യക്തി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് വേഗം ഒരു റൂമിൽ കയറി കിടന്നു. അതിന് ഏറ്റവും ചെറുത് 1000 രൂപയായിരിക്കും റൂം റെൻറ്റ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് കാര്യമായ റീഇംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കാര്യമായിട്ട്
ക്യാഷ്ലെസ് കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിധി കൂടുതലുള്ള റൂം റെൻറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ചിലവുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള ഡിഡക്ഷൻ വരും. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ ഈ പോളിസി എടുത്തിട്ട് എനിക്ക് എന്താ ഗുണം. എന്നോട് തന്നെ ഒരു പാർട്ടി ഇന്നാൾ ചോദിച്ചതാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 10 വർഷം, ഒരു 5-8-10 വർഷം മുമ്പ് ഒരു കുട്ടിക്ക്, ഒരു വീട്ടിലെ ഒരു പയ്യന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏത് അസുഖം വന്നാലും കിട്ടുന്ന ഒരു 75,000-ൻ്റെ പോളിസി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വരുന്ന 1,300 രൂപയാണ് ഒരു വർഷത്തേക്ക് പ്രീമിയം. അവർ എടുത്തു കുട്ടിക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ആ കുട്ടി ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കണം കാണുമ്പോൾ അവനെന്തെങ്കിലും വന്നാൽ അന്ന് പേരൻസ് വേണമായിരുന്നു പൈസ മുടക്കാൻ. അപ്പോൾ ആ പേരൻറ്റ് അവർക്ക് എടുത്തു. പേരൻറ്റിനും കൂടെ കൂടി എടുക്കുമ്പോൾ നല്ല പ്രീമിയം വരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഇവനല്ലേ ഇങ്ങനെ ഓടിപ്പാഞ്ഞൊക്കെ നടക്കുന്നത് എന്നും പറഞ്ഞ് അന്ന് എടുത്തു വെച്ചു. ഇന്ന് അത് കഴിഞ്ഞ് ഇത്രയും നാളും അവർക്കൊരു, ഞാൻ എപ്പോഴും ചോദിക്കും ഈ പോളിസിയൊക്കെ പുതിയത് വന്നേ പിന്നെ ചേച്ചി അതൊന്നും മാറ്റിയെടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി സമ്മർഷയോട് കൂട്ടിയെടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, അത്രയും മതി എന്ന് പറഞ്ഞിരുന്നിട്ട് നാളൊരു അപകടം സംഭവിച്ചു. വണ്ടിയുടെ ഡോറിൻ്റെ ഇടയ്ക്ക് കൈ പോയി, 2-3 കൈക്ക് ചതവും ഇത്തിരി മുറിവും ഒക്കെ വന്നു വിരലിന്. അപ്പം നന്നായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റി എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. അപ്പം അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ വാർഡേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പം വാർഡിൽ ചെന്ന് കഴിയുമ്പോൾ കിടക്കാൻ സൗകര്യമില്ല. പിന്നെ അമ്മയാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ വാർഡിൽ ചെന്ന് അവന് ആ അമ്മയ്ക്ക് കിടക്കാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ റൂം എടുത്തു. റൂമിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 900 രൂപയായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ എല്ലാം ആ ചാർജിൻ്റെ ഇനത്തിൽ കുറവ് വന്നു. മറ്റുള്ള കാര്യങ്ങൾക്ക് ചാർജ് കൂടുതലുള്ള റൂം എടുത്തത് കൊണ്ട് മറ്റ് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷനും വന്നപ്പോൾ കാര്യമായ പൈസ കിട്ടാനുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ നക്കാപ്പിച്ച ഞങ്ങൾ എന്തിനു വാങ്ങി എന്ന് ചോദിക്കുന്ന കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 75,000 50,000 ഒക്കെ ഒന്നും പോളിസി ആർക്കും കൊടുക്കാത്തത്. ഇനി അങ്ങനെ താല്പര്യമുള്ളവന് അതും ഇപ്പോൾ ഒരു പനിയൊക്കെ വന്നു ആശുപത്രിയിൽ പോയി വാർഡിൽ കിടക്കുമ്പോൾ ചിലവാകുന്ന പൈസ തിരിച്ച് കിട്ടാൻ പാകത്തിന് ആ പോളിസി മതി. പക്ഷെ അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനകത്തുനിന്ന് വലിയ പ്രയോജനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു പോളിസി എടുക്കുക. ന്യൂ ഇന്ത്യ അഷുറൻസിന് ഇപ്പം നേരത്തെ പോളിസി ഉള്ള ഒരു സമ്മർഷയുടെ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ന്യൂ ഇന്ത്യ മെഡിക്ലെയിമോ ന്യൂ ഇന്ത്യ ഫ്ലോട്ടർ മെഡിക്ലെയിമോ അത് 15 ലക്ഷം വരെ ആയിരുന്നു ഏറ്റവും പരമാവധി സമ്മർഷയുടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ഉയർന്ന തലത്തിലേക്ക് സമ്മർഷയുടെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം 2027 ജൂലൈ 30 വരെ അവർക്കൊക്കെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ലാതെ കുറേ ചിലർക്ക് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലേക്ക് സമ്മർഷയോട് ഉള്ളവർക്കാണെങ്കിലാണ് കേട്ടോ വലിയ സമ്മർഷയോടിലേക്ക് പെട്ടെന്ന് മാറാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ന്യൂ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുന്നവർ നിങ്ങളുടെ ഏജൻറ്റ് ആരാണോ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്നെയും കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാനിതിൻ്റെ താഴെ കൊടുത്തിരിക്കും. പിന്നെ വീഡിയോയിലും നമ്മളിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാകും. സംശയങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ നേരിട്ട് ന്യൂ ഇന്ത്യയിൽ നിന്ന് പോളിസി എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവിടെ ചെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു പോളിസി എടുക്കുമ്പോൾ എപ്പോഴും ഒരു നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻറ്റിൻ്റെ കൂടെ എടുത്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലണം. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മറുപടി കിട്ടാൻ സാധ്യതയില്ല. കാരണം വിളിക്കുമ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ ഇപ്പോൾ 2-3 ഓഫീസേഴ്സോ ഉള്ളൂ, സ്റ്റാഫ് ഉള്ളൂ. അതിലെല്ലാവർക്കും ഇത് പറഞ്ഞു തരാൻ അറിയില്ലായിരിക്കും. ആ പറഞ്ഞു തരുന്ന ആൾക്ക് നല്ല തിരക്കുള്ള ആളായിരിക്കും. അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. അപ്പം നിങ്ങൾക്ക് കാര്യമായ അറിവൊന്നും അതിനകത്ത് നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രദേശത്തുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ നന്നായി വർക്ക് ചെയ്യുന്ന എനിക്ക് കേരളത്തിൽ നമ്മുടെ കോതമംഗലം മാത്രമല്ല വിദേശത്തുള്ളതും ആയ നിരവധി പോളിസികൾ കണക്ട് ചെയ്തും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുമ്പോൾ അതിനകത്തുകൂടി വിളിച്ച് പറഞ്ഞ് സംശയങ്ങൾ തീർത്തും എടുക്കുന്ന നിരവധി കസ്റ്റമേഴ്സുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് റെഫർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയും നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ന്യൂ ഇന്ത്യയിൽ എടുത്തിട്ടുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നല്ല ഒരു ഏജൻറ്റിൻ്റെ കൂടെ തന്നെ പോളിസി എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആഡ് ഓൺ കവറുകൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ഒരുവിധം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അവർ പറഞ്ഞും തരും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇനി ഒരു കാരണവശാലും ന്യൂ ഇന്ത്യക്ക് ചെറിയ പോളിസി ഉള്ളൂലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രൈവറ്റിൽ പോയി എടുക്കണ്ടെന്നല്ല, ഏത് കമ്പനി IRDയുടെ നിർദ്ദേശപ്രകാരമാണ്. പക്ഷേ ന്യൂ ഇന്ത്യക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നഷ്ടം സംഭവിച്ചാലും പറയുന്ന ക്ലെയിം കൊടുക്കും.
ഇപ്പോഴും ന്യൂ ഇന്ത്യ ഹെൽത്ത് വിഭാഗത്തിൽ ഈ മെഡിക്ലെയിം പോളിസികളിൽ നഷ്ടത്തിലാണ് പോകുന്നത്. കാരണം പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് കമ്പനിക്ക് ക്ലെയിം കൊടുക്കുമ്പോൾ അവിടെ വെട്ടിക്കുറവൊന്നും പറ്റൂല. എത്ര ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞു അത് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും നഷ്ടത്തിലാണ് പോകുന്നത്. പക്ഷെ അത് കമ്പനിക്ക് പ്രശ്നമല്ല. കാരണം അവിടെ മറ്റു പോളിസികൾ ഉള്ളതുകൊണ്ട് ഈ നഷ്ടം കൂടാതെ തന്നെ കമ്പനി കൊടുത്തേ പറ്റൂ. അപ്പോൾ നന്ദി, നമസ്കാരം. നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാവരും ഇതുപോലെ തന്നെയുള്ള പോളിസികൾ എടുക്കാൻ ശ്രമിക്കുക. ഇതിനുവേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം: 99 47 45 96 64. ഇത് നിങ്ങളുടെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല പോളിസി എടുക്കാൻ തയ്യാറുള്ളവരും, അല്ലെങ്കിൽ ചെറിയ പോളിസി ആണെങ്കിൽ പോലും എടുക്കാൻ പറ്റും നമുക്ക് ന്യൂ ഇന്ത്യക്ക്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.